കോഴിക്കോട് കട്ടിപ്പാറയിൽ കോഴി മാലിന്യ സംസ്കരണ ഫാക്ടറിക്ക് തീയിട്ട സംഭവത്തിന് പിന്നാലെ ഇന്ന് താമരശ്ശേരിയിൽ ജനകീയ ഹർത്താലാണ്. ഓമശ്ശേരി, അതുപോലെ തന്നെ കോടഞ്ചേരി, താമരശ്ശേരി പഞ്ചായത്തുകളിലാണ് ഹർത്താൽ. സംഘർഷത്തിന് പിന്നിൽ പോലീസാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അതേസമയം ആസൂത്രിത അക്രമം എന്നാണ് DIG യതീഷ് ചന്ദ്ര പ്രതികരിച്ചത്. വിവരങ്ങളുമായി ലക്ഷ്മിപ്രിയ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ലക്ഷ്മി, വലിയ സംഘർഷത്തിനും പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കിയ ഒരു സംഭവമായിരുന്നു. പോലീസും നാട്ടുകാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ പ്രതിഷേധം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ജനകീയ ഹർത്താൽ? അമ്പിളി, കഴിഞ്ഞ ദിവസം നടന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് താമരശ്ശേരിയിൽ നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും എല്ലാവർക്കും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഇവരിപ്പോൾ പല ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുകയാണ്. ഏതായാലും ഈ സംഭവത്തിന് പിന്നാലെ തന്നെയാണ് ഈ ഒരു 3 പഞ്ചായത്തുകളിലായിട്ട്, അതായത് ഓമശ്ശേരി, കോടഞ്ചേരി, താമരശ്ശേരി പഞ്ചായത്തുകളിലായിട്ട് ഇപ്പോൾ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ ഒരു സംഭവം, അതായത് കൂടുതൽ നാട്ടുകാർക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു ഹർത്താൽ എന്നുള്ള ഒരു ആഹ്വാനത്തിലേക്ക് ഇവർ കടന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സമാധാനപരമായിട്ടുള്ള ഒരു ഹർത്താലാണ് നടക്കുന്നത്. ഇപ്പോൾ 6 മണിയോടുകൂടി ഹർത്താൽ ആരംഭിച്ചിട്ടുണ്ട്. വൈകുന്നേരം 6 മണി വരെയാണ് ഈ ഒരു ഹർത്താൽ നടക്കുക. ഏതായാലും ഈ ഒരു സംഭവത്തിന് പിന്നാലെ വലിയ രീതിയിൽ നാട്ടുകാരുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അവർ പ്രധാനമായും ഉന്നയിക്കുന്ന, നമ്മൾ വർഷങ്ങളേറെയായി അവിടെ പ്രതിഷേധിക്കുന്നുണ്ട്, പരാതി നൽകുന്നുണ്ട്, ഇതിനെതിരെ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല, ലൈസൻസ് പോലും ഇല്ലാതെയാണ് ആ ഫാക്ടറി അവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളടക്കം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കുന്നുണ്ട്. സമാധാനപരമായിട്ടുള്ള ഒരു സമരം, അത് പ്രതിഷേധത്തിലേക്ക് കടക്കാൻ കാരണം പോലീസുകാരാണെന്നടക്കമുള്ള കാര്യങ്ങളാണ് നാട്ടുകാരും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇന്നലെ ആരോപിച്ചിരുന്നത്. ഏതായാലും യതീഷ് ചന്ദ്ര DIG ഇന്നലെ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അവർ പ്രധാനമായും പറയുന്നത് ഈ ഒരു സംഘർഷത്തിന് പിന്നിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമുണ്ട്, വലിയ രീതിയിലുള്ള, അതായത് ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഫാക്ടറിക്ക് അടക്കം തീയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ ഒരു ഫാക്ടറിക്ക് തീയിടുന്ന സമയത്ത് ഈ ഒരു ഫാക്ടറിക്കുള്ളിൽ 25-ലധികം ജീവനക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു തീയിട്ട സംഭവത്തിൽ 16-ൽ ഒരു 20-നുള്ളിൽ വാഹനങ്ങൾ അവിടെ കത്തി അമർന്നിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ വലിയ നാശനഷ്ടങ്ങളടക്കം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഫയർഫോഴ്സ് അടക്കം അങ്ങോട്ട് എത്തേണ്ടതായിരുന്നു. എന്നാൽ നാട്ടുകാർ ആ ഒരു ഫയർഫോഴ്സിനെ തടഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങൾ DIG ഇന്നലെ ഉന്നയിക്കുകയുണ്ടായി. ഏതായാലും ഈ ഒരു സംഭവത്തിൽ പിന്നിൽ ആരാണെന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഏതായാലും പോലീസ് എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ അതിൻ്റെ കൂടുതൽ നടപടികൾ ഇന്ന് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അമ്പിളി.